ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എഗെയിൻ സ്റ്റഡി ടിപ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് വേറെ ഒന്നുമല്ല, പലരും ഞാൻ ഈ യൂട്യൂബിൽ ക്ലാസ്സൊക്കെ കാണുമെന്ന് പറയുമ്പോൾ ഏതൊക്കെ ചാനലാണ് കണ്ടിരുന്നത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഞാൻ കുറച്ച് ചാനൽസൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടിരുന്നതും പിന്നെ കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാനായിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇന്നത്തെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, എല്ലാ സ്റ്റഡി ടിപ്സ് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതിൽ ഞാനൊരു പഠിപ്പില്ല നിങ്ങളുടെ വീണ്ടും പറയാൻ ആഗ്രഹിക്കണം കേട്ടോ. കാരണം എനിക്കെന്തോ അങ്ങനെ പറയാൻ തോന്നുന്നു. കാരണം ഞാനങ്ങനെ എപ്പോഴും ഫുൾ A+ മേടിച്ചാലില്ലേ അങ്ങനെ എപ്പോഴുള്ള ഒരാളല്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എന്തൊക്കെ ഫോളോ ചെയ്തിട്ടൊക്കെയാണ് എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതിൻ്റെ ചെറിയ സ്റ്റഡി ടിപ്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് കൂടുതലും അങ്ങനത്തെ വീഡിയോസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ എന്തായാലും അത്രയൊക്കെയുള്ളൂ. നമുക്ക് ഇനി വീഡിയോയിലിട്ടോക്കാം കേട്ടോ ശരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഞാൻ പറഞ്ഞതിന് തന്നെ കുറച്ച് ചാനൽസൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് പോയി ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ഒന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ എഴുതി പേപ്പറിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഫിസിക്സിൽ നിന്ന് തുടങ്ങാം. ഫിസിക്സ് എന്ന് പറയുമ്പോൾ പൊതുവേ എനിക്ക് ഭയങ്കര മാർക്ക് കുറഞ്ഞ സബ്ജക്റ്റാണ് കേട്ടോ. തുടക്കത്തിൽ എനിക്ക് അത്ര മാർക്കൊന്നും ഉണ്ടായില്ല. എനിക്ക് 29 മാർക്ക് ഉണ്ടായുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഓണത്തിൻ്റെ SSLCയുടെ മാർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു Q&A വീഡിയോ ചെയ്തിട്ടുണ്ട് കുറച്ച് ആൾ മുന്നേ അന്ന്. അപ്പോൾ അതിൽ ഞാൻ എൻ്റെ മാർക്കിനെ പറയുന്നുണ്ട്. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടോക്കെ. ചിലർ ചോദിക്കാറുണ്ട് എത്ര ഉണ്ടായിരുന്നു മാർക്കെന്ന്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടോക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് 29 മാർക്ക് എന്താ ഉണ്ടായുള്ളൂ കേട്ടോ. എനിക്ക് ഫിസിക്സിൻ്റെ തുടക്കത്തിൽ എനിക്ക് നല്ല ടഫായിട്ട് തോന്നിയായിരുന്നു. എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള സബ്ജക്റ്റും ആയിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് വന്ന് നല്ലപോലെ പഠിച്ച് വന്നപ്പോൾ എനിക്ക് മോഡൽ എക്സാമൊക്കെ ആയപ്പോൾ ഫുൾ മാർക്കൊക്കെ കിട്ടാൻ തുടങ്ങി കേട്ടോ ഫിസിക്സിന്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ട്യൂഷൻ ക്ലാസ് നല്ലപോലെ പഠിപ്പിക്കുമായിരുന്നു. പിന്നെ എല്ലാവർക്കും ട്യൂഷനൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള വേറെ കാര്യം പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ക്ലാസ്സസ് കാണാവുന്നതാണ്. ഞാൻ പറഞ്ഞത് തന്നെ യൂട്യൂബിൻ്റെ കുറേ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അതൊന്ന് കണ്ടോ കേട്ടോ. ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എക്സാമിനർ എന്ന് പറഞ്ഞ ചാനലില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ചാനൽ ഫിസിക്സിൻ്റെ ആയിട്ടുള്ള കിഡിലനാണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതിലിങ്ങനെ ഓരോ കോമഡിയൊക്കെ പറഞ്ഞിട്ടൊക്കെ എനിക്ക് ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ അത് നല്ലപോലെ പഠിക്കുക. നല്ല സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ക്യാപ്സൂൾ സെഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുണ്ട് കേട്ടോ. അത് നല്ല കിഡിലൻ ചാനലാണ്. ഈ ഒരു 2 ചാനൽ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. ഇതിൽ നിങ്ങൾ 2 ചാനലും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം വെച്ചാൽ കണ്ടു നോക്കാം. നിങ്ങൾ രണ്ടും കാണുമ്പോൾ ഞാൻ രണ്ടും കാണുമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ ഓരോ ടോപ്പിക്കും നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി നല്ലപോലെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് നിങ്ങൾക്ക് നല്ല ഈസിയായി മാറും ഉറപ്പാട്ടോ. കാരണം എൻ്റെ മാർക്ക് എന്ന് വെച്ചാൽ അറിയാമല്ലോ 29 ആയിരുന്നു. പിന്നെയാണത് ഫുൾ മാർക്കിലോട്ടൊക്കെ വന്നത്. സോ ഇതൊക്കെ തന്നെ ഞാൻ മെയിൻ പഠിച്ചിട്ടുണ്ടായിരുന്ന യൂട്യൂബിൽ ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ചാനൽ ഫിസിക്സിൻ്റെ ഈ 2 ചാനലായിരുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് സഹാ ഹോം സ്കൂൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ഇങ്ങനെ ബോർഡിലൊന്നും എഴുതിയിട്ട് മറ്റേ ചാനലും അതിൽ ബോർഡിലൊന്നും എഴുതിയിട്ടല്ല ഈ വീഡിയോസ് ചെയ്യേണ്ടാവുക. ഇങ്ങനെ ജസ്റ്റ് പേപ്പറിൽ ഇങ്ങനെ സ്കെച്ചിങ് കൊണ്ടൊക്കെ എഴുതിയിട്ടാണ് ചെയ്യേണ്ടാവുക. പക്ഷേ നല്ല ചാനലാണെങ്കിൽ ഭയങ്കര യൂസ്ഫുള്ളായി. അതിലിങ്ങനെ ഓരോ ചാപ്റ്ററും ഇങ്ങനെ ക്ലാസ് എടുക്കുന്നുണ്ട്. പോരാഞ്ഞിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും കൂടിയും ഫൈനലായിട്ടൊരു റിവിഷനും കൂടിയും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് മണിക്കൂറുണ്ടാവും വീഡിയോ. അതായത് എല്ലാ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ മെയിനായിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ആ ചാപ്റ്റേഴ്സ് മെയിനായിട്ട് എന്താണ് അതിൽ പറയണത് അതൊക്കെ കൂടി ഇങ്ങനെ ഒന്ന് റിവൈസ് ചെയ്യണ ഒരു വീഡിയോ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. 1-2 പാർട്ടായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട്. അത് കണ്ടു നോക്കാം കേട്ടോ. എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല വീഡിയോ ആണ്. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ചാനലാട്ടോ. കണ്ടോ കേട്ടോ കെമിസ്ട്രി എന്ന് പറയുമ്പോൾ അത്. പിന്നെ അടുത്തത് മാത്സിൽ ഞാനങ്ങനെ യൂട്യൂബ് ക്ലാസ്സസ് ഒന്നും അങ്ങനെ കാണൂലായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെയാണ് മെയിനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ട്യൂഷൻ ക്ലാസ്സിൽ വേറെ പറയണോ അല്ലെങ്കിൽ യൂട്യൂബിൽ വേറെ ഇങ്ങനെ ഇക്വേഷൻസൊക്കെ ചേഞ്ച് ചെയ്യുമല്ലോ. പലരും പല ഇക്വേഷൻസൊക്കെ ആയിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ മാത്രമേ ഞാൻ നോക്കുള്ളായിരുന്നു. വേറെ ഞാൻ നോക്കത്തുണ്ടായില്ല. സ്കൂളിലായാലും ഇങ്ങനെ യൂട്യൂബ് ക്ലാസ്സിലായാലും ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെയാണ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ട്യൂഷൻ ക്ലാസ്സിൽ ഇങ്ങനെ മിസ്സ് പറയണ കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നല്ലപോലെ ചെയ്യും. അതേമാതിരി തന്നെ പരീക്ഷയ്ക്ക് ആവാറുമ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈലം എന്ന് പറഞ്ഞ ചാനലിൽ ആ ചാനലിൽ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ ആൻസർ ചെയ്യണ ഓരോ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് സൈലത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ മെയിനായിട്ട് A+ അങ്ങനത്തെ ലക്ഷ്യം വെച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസൊക്കെയാണ് അവർ ചെയ്യേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലൈവിൽ ഇങ്ങനെ കയറിയിരിക്കും. അവരിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ഇടും. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഞാനിങ്ങനെ അവർ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇടുമ്പോൾ തന്നെ ഞാനത് പോസ് ചെയ്യും. എന്നിട്ട് അത് ഞാനായിട്ട് ചെയ്യാൻ നോക്കുക ക്വസ്റ്റ്യൻസ്. എന്നിട്ടത് ശരിയാണോ എന്ന് ഞാൻ അവരുടെ ആൻസർ നോക്കും. അപ്പോൾ ശരിയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഞാനത് അങ്ങനെ വിടും. തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെയാണ് തെറ്റിയെന്ന് നോക്കിയിട്ട് അത് ആൻസർ ഞാൻ ക്ലിയർ ചെയ്യാൻ നോക്കും. എന്നിട്ട് ആൻസർ ശരിയാക്കണ വരെ ഞാനത് ചെയ്തുകൊണ്ടിരിക്കും. ഇടയ്ക്ക് വെച്ചിട്ടിട്ട് പോകരുത്. അത് ഭയങ്കര ടഫാണ് അല്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടൊന്നും ഇട്ട് പോകരുത്. നമ്മൾ ഫുൾ A+ നോക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യണം.
അപ്പോൾ അങ്ങനെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് മാത്സ് ഒന്നും ഇട്ട് പോകരുത്. പിന്നെ മാത്സിന് മെയിനായിട്ട് നിങ്ങൾ വായിച്ച് പഠിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകെ കിളി പോയ മാതിരി ആയിരിക്കും. നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ സിമ്പിളായിട്ട് തോന്നും, പക്ഷേ നിങ്ങൾ പേപ്പറിൽ ഇങ്ങനെ ആൻസർ ചെയ്താൽ നോക്കുമ്പോഴായിരിക്കും ഒന്നും മനസ്സിലാവുന്നത്, കിളി പോയി നിൽക്കണ്ടാവുക. അതുകൊണ്ട് എന്തായാലും മാത്സ് വായിച്ച് നോക്കരുത്. നമ്മൾ മാത്സ് എങ്ങനെയാണ് മെയിനായിട്ട് പഠിക്കണേന്ന് എനിക്ക് കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. മാത്സ് പഠിക്കാന്ന് വെച്ചാൽ ആദ്യം നമ്മൾ അതിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഇപ്പോൾ പ്ലസ്സും അല്ലെങ്കിൽ മൈനസൊക്കെ വന്നാൽ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പ്ലസ് ആണോ ആദ്യം ചെയ്യണം, അല്ലെങ്കിൽ ഇൻറ്റു ആണ് ആദ്യം ചെയ്യേണ്ടത്, ഡിവൈഡ് ആണ് ആദ്യം ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈനസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ അത്യാവശ്യം മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ കുറേ ഇക്വേഷൻസും കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാവും ഓരോ പ്രോബ്ലമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കൺസെപ്റ്റൊക്കെ നല്ലപോലെ മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ബേസ് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്സ് ഭയങ്കര സിമ്പിളാട്ടോ. മാത്സ് നമുക്ക് അറിയില്ലെങ്കിലും ഒട്ടും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് എല്ലാവരും അറിയാം, അത്യാവശ്യം നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ മാത്സ് നല്ല ഈസി ആയിരിക്കും നിങ്ങൾക്ക് തോന്നും. പിന്നെ ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റുമായിട്ടും തോന്നും. അങ്ങനെ ആട്ടോ. അപ്പോൾ മാത്സിൽ എന്തായാലും ബേസ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം, അതെന്തായാലും മസ്റ്റാണ്. അല്ലെങ്കിൽ ഭയങ്കര പണിയായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി തന്നെ സൈലം ഒന്ന് നോക്കി നോക്കട്ടോ. പിന്നെ ഞാനങ്ങനെ മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ യൂട്യൂബ് ക്ലാസ്സസ് ഒന്നും കാണില്ല, ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെയാണ് മെയിനായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലീഷ് എനിക്ക് പറയുമ്പോൾ തന്നെ എനിക്ക് എന്തോ മാതിരിയാണ്. കാരണം ഇംഗ്ലീഷിൽ +1 എക്സാമിന് കുറേ പൊട്ടത്തെറ്റി എഴുതിയിട്ടും ഒരു 6 മാർക്കിൻ്റെ അതേമാതിരി കളഞ്ഞ് ഗ്രാമറൊക്കെ കളഞ്ഞിട്ട് വന്നാണ് ഞാൻ ഈ പറയാൻ പോണത്. അതെൻ്റെ കുഴപ്പം തന്നെയാട്ടോ. ഞാൻ മര്യാദക്ക് പഠിക്കാഞ്ഞിട്ടാണ് ഞാൻ അവസാനം പോയി പഠിക്കാൻ നിന്ന് ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് എന്തായാലും എനിക്ക് പറഞ്ഞതിന് മുമ്പ് എനിക്ക് എന്തോ മാതിരിയാണ്. പിന്നെ ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഞാനങ്ങനെ 10ലും ഫസ്റ്റ് ടൈമിൽ സെക്കൻഡ് ടൈമിൽ എനിക്ക് എന്തെങ്കിലും മാർക്കൊന്നും ഉണ്ടായില്ല, എനിക്ക് 50 ഉണ്ടായുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെയാണ് എനിക്ക് ഫൈനലെത്തിയപ്പോൾ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തിട്ടുണ്ടായെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു സൈലം എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. സൈലം കണ്ടോളും, നല്ല അടിപൊളിയാണ്, നല്ല അടിപൊളിയായിട്ട് ഗ്രാമർ എടുക്കും, നല്ല അടിപൊളിയായിട്ട് ക്ലാസ്സസ് എടുക്കും, അപ്രീസിയേഷനൊക്കെ നല്ല കിടിലനായിട്ട് എടുക്കുന്നതാണ്. മസ്റ്റാണ്, കണ്ടു നോക്കുക. പിന്നെന്ന് വെച്ചാൽ ഓപ്പൺ കട്ട് എന്ന് പറഞ്ഞ ചാനലുണ്ട്. ആ ചാനലിൽ ഞാൻ ഗ്രാമർ കാണുമായിരുന്നു. ഗ്രാമർ ഞാൻ കൂടുതലും ഓപ്പൺ കട്ടിലേ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ സൈലോം കാണുമായിരുന്നു കേട്ടോ. ഈ 2 ചാനലാണ് മെയിനായിട്ട് ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങളെന്താ ഈ ഫോർമാറ്റുകളെല്ലാം പഠിച്ചു വെക്കുക, നോട്ടീസ് ചെയ്താനും ഇങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങൾ അപ്രിസിയേഷനൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അപ്രിസിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ പോയത്തിൻ്റെയും അപ്രിസിയേഷൻ പഠിച്ചു വെക്കുക. അതിൽ പോയറ്റിക് ഡിവൈസസ് പഠിച്ചു വെക്കുക, ആരാണ് എഴുതിയത്, അതായത് പോയറ്റ് ആരാണെന്നൊക്കെ പഠിച്ചു വെക്കുക. കാരണം ഇതൊക്കെ അപ്രിസിയേഷൻ എഴുതുമ്പോഴൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അപ്രിസിയേഷൻ നിങ്ങൾ കാണാപ്പാടം പഠിച്ചു നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല, അതായിരിക്കും നല്ലത്. കാരണം ഇംഗ്ലീഷ് വെച്ചാൽ നമുക്ക് ടൈമൊന്നും അങ്ങനെ കിട്ടില്ല, നമുക്ക് ആലോചിച്ച് ഇങ്ങനെ ഇരുന്നതിന് ടൈമൊന്നും കിട്ടത്തൊന്നുണ്ടാവില്ല. അപ്പത്തിനും ബെല്ലൊക്കെ അടിച്ച് പേപ്പറൊക്കെ നിങ്ങളുടെ മിസ് എടുത്തുകൊണ്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു അപ്രിസിയേഷൻ കാണാണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ എഴുതി പോകാവുന്നതാണ്. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പോയ ഡിവൈസസ് എന്താണെന്ന് അതിൽ നോക്കി തപ്പി ഇരിക്കേണ്ട ആവശ്യമില്ല. പെർസോണിഫിക്കേഷൻ മെറ്റഫർ അതാണ് ഇതെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നോക്കി വെച്ചേക്കാം. പിന്നെ കുറച്ച് കവിനെ കുറിച്ചൊക്കെ തള്ളി മറിച്ച് എഴുതാം, പിന്നെ പോയത്തിനെ കുറിച്ച് തള്ളി മറിച്ചൊക്കെ എഴുതാം. പിന്നെ ബാക്കിയുള്ള സാധനത്തിൻ്റെയൊക്കെ ഡയറി ലെറ്റർ സാധനത്തിൻ്റെയൊക്കെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. പിന്നെ എന്താ നോട്ടീസൊക്കെ ഉണ്ടാവും, നോട്ടീസിൻ്റെ ഒന്നും മാർക്ക് കൊണ്ടുപോയി കളയരുതെങ്കിൽ നോട്ടീസ് സെക്കൻഡ് ടൈമിൽ ഫസ്റ്റ് ടൈമിൽ ഒന്നും തന്നെ അറിയണ്ടായില്ല. പിന്നെ ഞാൻ പഠിച്ചത് അതൊക്കെ സിമ്പിളാണ്. നോട്ടീസ് ഭയങ്കര സിമ്പിളാണെന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സാധനം കേട്ടോ, അതൊന്നും കളയരുത്. അത് പിന്നെ വരുന്നത് ഗ്രാമറിലാണ് മിക്കവരും നല്ലപോലെ മാർക്ക് പോകുന്നത്. ഗ്രാമർ ഞാൻ പറഞ്ഞതിൽ ഈ 2 ചാനൽ നല്ലപോലെ ഗ്രാമറൊക്കെ എടുക്കുന്നുണ്ട്. അത് നല്ലപോലെ കുത്തിയിരുന്ന് കാണാം, അത് പഠിക്കുക. കണ്ടാത്രം വരെ പഠിക്കണം. കുറേ ക്വസ്റ്റ്യൻസ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നല്ലപോലെ ട്രൈ ചെയ്യണം. എല്ലാ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം, മസ്റ്റാണ്. നിങ്ങളിപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നോക്കിയിട്ടൊന്ന് പരീക്ഷയ്ക്ക് പോയി നോക്കും, നല്ലൊരു ചേഞ്ച് നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിൽ അതാ പറയാനുള്ളത്, ഗ്രാമർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മിക്കവരും മാർക്ക് കളയുന്നതാണ്. പിന്നെ ഈ റിപ്പോർട്ടഡ് സ്പീച്ച് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊക്കെ പഠിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ബയോളജി എനിക്ക് തീരെ ഇഷ്ടമുള്ള സബ്ജക്റ്റ് ആയിരുന്നു കേട്ടോ. 10ാം ക്ലാസ് എത്തിയപ്പോൾ അതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എന്തോ ഈ ബയോളജി ഞാൻ അത്ര പഠിച്ചാലും ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യൻ തരുകയാണെങ്കിൽ എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും കേട്ടോ. പക്ഷേ വളഞ്ഞ് കുത്തി ചോദിക്കുമ്പോൾ ബയോളജി എൻ്റെ നല്ലപോലെ മാർക്ക് പോയിരുന്നു. ഞാൻ ബയോളജി അങ്ങനെ വീഡിയോസ് ഒന്നും കാണില്ലായിരുന്നു, കൂടുതലും ഞാൻ ടെക്സ്റ്റ് തന്നെ നോക്കിയിട്ട് അരിച്ച് പറക്കി പഠിക്കില്ലായിരുന്നു. ഈ ഡയഗ്രാംസ് ഒക്കെ നല്ലപോലെ പഠിച്ചു കേട്ടോ. മെയിനായിട്ട് ഇങ്ങനെ ഐൻ്റെയും ബ്രെയിനിൻ്റെയും ഇയേഴ്സിൻ്റെ അങ്ങനെ എന്തുകൊണ്ടൊക്കെ ഇല്ലേ നമുക്ക് 10ാം ക്ലാസ്സിൽ മെയിനായിട്ട് ഡയഗ്രാം വരുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചൊക്കെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രെയിൻ വരയ്ക്കാൻ അത്യാവശ്യം അറിഞ്ഞിരിക്കണം. എല്ലാത്തിൻ്റെ ആയിട്ട് ഡയഗ്രാം എല്ലാം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. എന്നിട്ട് ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും വരണ്ടാവുക. നമ്മൾ സെറിബ്രത്തിൻ്റെ അവിടെ ഒരു ഡാഷ് ഇട്ടിട്ട് എന്ന് കൊടുത്തിട്ട് അതെന്ത് ആണെന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ സെറിബ്രം എഴുതണം. എന്നിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് സെറിബ്രം ആണ് എഴുതണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതിൻ്റെ ഫംഗ്ഷൻ എഴുതാനായിരിക്കും. അപ്പോൾ നമ്മൾ ഫംഗ്ഷൻ എഴുതാം, അങ്ങനെ പഠിക്കാം കേട്ടോ. അതായത് ഡയഗ്രാം ഇങ്ങനെ വെറുതെ വായിച്ച് നോക്കുക, നമ്മൾ ഒരു പ്രാവശ്യം വരച്ച് വെക്കാം, പിന്നെ അത് ലേബൽ ചെയ്ത് വെക്കുക, പിന്നെ അതിൻ്റെ ഫംഗ്ഷനൊക്കെ നല്ലപോലെ പഠിച്ചു വെക്കുക. ബയോളജി ഞാൻ തലകുത്തി മറിച്ച് വന്നാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിക്കുക. എല്ലാവരും കാണാപ്പാടം പഠിക്കാണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് കാണാപ്പാടം പഠിക്കുന്നത് ചെയ്യുക. മനസ്സിലാക്കണം എന്തായാലും ആദ്യം തന്നെ, അല്ലെങ്കിൽ പിന്നെ തലകുത്തി മറിച്ച് ചോദിച്ചാൽ നിങ്ങൾ വിടും. അതുകൊണ്ടാണ്
അപ്പോൾ ബയോളജി ഞാൻ കണ്ടിരുന്നത് അങ്ങനെ വലിയവരുടെ ഞാൻ കാണൂല, നല്ല എക്സാമിനറിൻ്റെ കാണുമായിരുന്നു. അതൊക്കെ തന്നെയാണ് മെയിനായിട്ട്. ബയോളജി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോസൊക്കെ കണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഫിസിക്സ് ആയാലും അതെ കേട്ടോ, വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഈ മോട്ടറൊക്കെ വർക്ക് ചെയ്യണ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. അതേപോലെ തന്നെ ബയോളജി അതെ കേട്ടോ, എല്ലാവരും ഒന്ന് വീഡിയോസ് കണ്ടു നോക്കുക. ചിലപ്പോൾ സ്കൂളിൽ തന്നെ മിസ് വരെ കാണിക്കാനുണ്ടാവില്ല, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചതൊക്കെ കണ്ടു നോക്കുക. പ്രീവിയസ് ഇയർ പേപ്പറൊക്കെ നല്ലപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തത് ഹിന്ദി എന്ന് പറയുന്നത് ചിലർക്ക് ഭയങ്കര ടഫായിട്ട് തോന്നും, പക്ഷേ ഭയങ്കര സിമ്പിളാട്ടോ ഹിന്ദി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അത് പഠിക്കാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഹിന്ദി ടഫായിട്ട് തോന്നുന്നുണ്ടാവുക. ഹിന്ദി ചിലർ ബേസിക് അറിഞ്ഞിരിക്കുക, ആരാണ് എഴുതിയിട്ടുള്ളത്, പിന്നെ അല്ല അതിൻ്റെ ഫോർമാറ്റൊക്കെ അറിഞ്ഞിരിക്കുക. ഇപ്പോൾ പട്കഥ അങ്ങനത്തെയൊക്കെ ഇല്ലേ, വാർത്താലാബ്, ഡയറി, ലെറ്റർ, പോസ്റ്റർ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇല്ലേ ഹിന്ദിയിൽ, അതിൻ്റെയൊക്കെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. പട്കഥയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം തന്നെയാണ്. അതിൻ്റെ ഫോർമാറ്റ് അറിഞ്ഞിരിക്കുക. ഈ സ്ഥാനം, സമയം, ഈ പാത്രം, ഈ സാധനങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ എഴുതണേന് തന്നെ മാർക്ക് കിട്ടും കേട്ടോ. നോട്ടീസിലൊന്നും കൊണ്ട് മാർക്ക് കളയരുത്. നോട്ടീസൊക്കെ എഴുതാൻ ഭയങ്കര സിമ്പിളാണ്. ഹിന്ദിനെ പ്രത്യേകിച്ച് ഉണ്ടാക്കി എഴുതാൻ അറിയില്ലെങ്കിൽ പോലും നോട്ടീസിലെ ക്വസ്റ്റ്യനിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും, അത് തന്നെ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിലും മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിലെ സ്ഥാനം, സമയമൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ സർവനാം, അത് ജസ്റ്റ് ഒരു മാർക്കിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അത് ഭയങ്കര സിമ്പിളാണ്, അതൊന്നും അറിഞ്ഞിരിക്കുക. അങ്ങനെ ഹിന്ദി അങ്ങനെ വലിയ നമുക്ക് അധികം വലിയതായിട്ട് അറിയില്ലെങ്കിൽ ഒരു ബേസിക്കായിട്ട് നമുക്ക് ഹിന്ദി എഴുതാനുണ്ടാക്കി എഴുതാനൊക്കെ അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. ഇങ്ങനെ മലമറക്കണമെങ്കിൽ ഹിന്ദിക്കാർ പറഞ്ഞ മാതിരിയുള്ള ഹിന്ദിയൊന്നും നമുക്ക് ആവശ്യമൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്കൊന്നും അങ്ങനെ അറിയില്ല, ആവശ്യത്തിനേ അറിയത്തുള്ളൂ. അപ്പോൾ ഹിന്ദി ഞാൻ അങ്ങനെ യൂട്യൂബിലൊന്നും അങ്ങനെ കാണൂലായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ കഥ മാത്രം അറിയാൻ വേണ്ടി യൂട്യൂബ് കാണുള്ളായിരുന്നു, അതിങ്ങനെ കിട്ടിയ ചാനലിൽ നിന്ന് കാണുമായിരുന്നു. അങ്ങനെ ഇന്ന ചാനലൊന്നും ഇല്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽ അങ്ങനെ അറിയുമെങ്കിൽ, നിങ്ങളങ്ങനെ ഏതെങ്കിലും ചാനൽ കാണാറുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ മറ്റുള്ളവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, അപ്പോൾ അവരും അത് നോക്കി കാണാം കേട്ടോ. അടുത്തെന്ന് പറയുന്നത് സോഷ്യൽ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ അതായിരുന്നു. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കട്ടെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവാം. പിന്നെ മലയാളം എനിക്ക് ഏറ്റവും പണിയുള്ള സബ്ജക്റ്റ് ആയിരുന്നു. ഫസ്റ്റും സെക്കൻഡും ഞാൻ മലയാളം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ലാസ്റ്റായിട്ട് ഇങ്ങനെ A+ലോട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം മലയാളത്തിൽ എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മര്യാദയ്ക്ക് എഴുതാനും അറിയണ്ടായില്ല, വായിക്കാനും അറിയണ്ടായില്ല, പിന്നെ സാഹിത്യം ഒട്ടും ഉണ്ടായില്ല. ഇപ്പോൾ സാഹിത്യം എനിക്ക് അധികം തലയിൽ വന്നാൽ തന്നെ അതെങ്ങനെയാണ് എഴുതുക, സ്പെല്ലിങ് വേണ്ട, ഇനി ഭയങ്കര അക്ഷരസ്ഫുടത, ഇങ്ങനെയൊക്കെ എങ്ങനെ എഴുതും, അങ്ങനത്തെ ഒക്കെ ഒരു ഇതായിരുന്നു എനിക്കെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ ഫൈനൽ എക്സാമിൽ എഴുതിയിട്ടുണ്ട് വലിയ കഥാകാരിയുടെ മാതിരി സാഹിത്യം ഒന്ന് നിറച്ചു നിന്നിട്ടാണ് നല്ലായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ എഴുതുന്ന മലയാളമില്ല, അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെറുതെ ഇങ്ങനെ സാഹിത്യം എഴുതി ഒരു സ്പെല്ലിംഗ് ഇല്ലാണ്ട് ഇതിനൊക്കെ നല്ലത് ആവശ്യത്തിന് എഴുതാൻ അറിയണ സാധനം ശരിയാക്കിയിട്ട് എഴുതണയാണല്ലോ നല്ലതെന്നുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മലയാളത്തിൽ നിന്ന് വെച്ചാൽ ടൈമൊന്നും ചിലപ്പോൾ അതിന് കിട്ടാൻ ചാൻസ് ഇല്ല, ഈ ലാംഗ്വേജിനൊക്കെ. അപ്പോൾ ടൈമൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് ചെയ്യാൻ നോക്കുക നിങ്ങൾ, അതായിരിക്കും ബെറ്റർ കുറച്ചും കൂടി. പിന്നെ ആരാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത്, കവിത എഴുതിയിട്ടുള്ളതൊക്കെ ഒന്ന് അറിഞ്ഞേക്കുക. പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും വലിയ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി കുറച്ച് എഴുതുക. അടുത്തത് പിന്നെന്താ, കഥ ഒന്ന് അറിഞ്ഞിരിക്കുക, കഥ നല്ലപോലെ അറിഞ്ഞിരിക്കാം. പിന്നെ ഞാനൊരു സജസ്റ്റ് ചെയ്യുക, ഒരു ചാനൽ വാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലുണ്ട്, മലയാളത്തിൽ തന്നെ കേട്ടോ, മംഗ്ലീഷിലല്ല ഇതുണ്ട്, വാക്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ കൊടുത്തേക്കട്ടോ, ലിങ്കും കൊടുത്തേക്കാം. അപ്പോൾ ആ ഒരു ചാനൽ എന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിന് വലിച്ച് നീട്ടിയിട്ടല്ല ക്ലാസ് എടുക്കുന്നത്, ജസ്റ്റ് ഒരു 5-10 മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇങ്ങനെ ബ്രീഫായിട്ട് എന്താണ് അതിൽ പറഞ്ഞത്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഈ ഒരു ചാനലിലെ വീഡിയോസ് കണ്ടു നോക്കുക ആദ്യം തന്നെ, എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ആദ്യം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ എന്താണ് അതിൽ കഥയിലെ മെയിൻ ടോപ്പിക്, എന്താണ് അതിൽ കഥാപാത്രം ആരൊക്കെ, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. എന്നിട്ട് നിങ്ങൾ ഇത് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് മലയാളം മനസ്സിലാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മലയാളം നിങ്ങൾക്ക് വായിക്കാൻ ചിലപ്പോൾ മടിയായിരിക്കും, എന്നെ പോലെ അങ്ങനെ വായിക്കാൻ മര്യാദയ്ക്ക് അറിയില്ലെങ്കിൽ, എന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വായിച്ചു നോക്കൂ. ചിലപ്പോൾ നാളെ രാവിലെയൊക്കെ നേരം വെളുക്ക് നിങ്ങൾ വായിച്ചു വരുമ്പോൾ എന്നാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ വായിച്ച് നോക്കൂട്ടെ, കാരണം പരീക്ഷയ്ക്ക് നമുക്ക് വായിക്കാനുള്ളതാണ്. പിന്നെ സ്പെല്ലിംഗ് ഒക്കെ അത്യാവശ്യം നിങ്ങൾ ഒന്ന് എഴുതി പഠിക്കട്ടെ, എഴുതി തന്നെ പഠിച്ചോളൂ. ഞാനും അങ്ങനെ എഴുതി പഠിക്കുമായിരുന്നു. അപ്പോൾ മലയാളം അല്ലെങ്കിൽ ഭയങ്കര പെടും. പിന്നെ മലയാളം മിക്കവർക്കും എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഭയങ്കര സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റാണ്. പിന്നെ എന്നെ പോലുള്ള ചിലവർക്കൊക്കെ ഇത്തിരി ടഫായിട്ട് തോന്നുള്ളതായിരിക്കും. മലയാളം വെച്ചാൽ ഇങ്ങനെ തള്ളി അങ്ങ് വിടും, കുറേ ഇങ്ങനെ അങ്ങോട്ട് തള്ളി മറിക്കാം, ഈ കഥാകാരനെ കുറിച്ച് തള്ളി മറിക്കാം. പിന്നെ ഇങ്ങനെ ഹെഡിങ്ങിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൻ്റെ ഹെഡിങ് ഒന്ന് ശ്രദ്ധിക്കുക, ഹെഡിങ് എന്തുകൊണ്ട് വന്ന്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ അതിൻ്റെ എഴുതണമല്ലോ, നമുക്ക് തള്ളി മറിച്ച് എഴുതണമല്ലോ, അതൊക്കെ ഒന്ന് തള്ളാനുള്ള ഒരു പ്രിപ്പറേഷൻസൊക്കെ നിങ്ങൾ ചെയ്ത് മുന്നേ വെച്ചേക്കാം. എന്നിട്ട് പരീക്ഷ ക്വസ്റ്റ്യൻ വരുമ്പോൾ അങ്ങനെ തള്ളി മറിക്കുക, അത്ര തന്നെ. അപ്പോൾ മലയാളത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ടിപ്സ് ഒന്നും പറയാൻ അറിയില്ല. നിങ്ങളിപ്പോൾ മലയാളത്തിൽ നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരാളാണ്, A+ കിട്ടാറുണ്ട്, നല്ല മാർക്ക് കിട്ടാറുണ്ടെന്നുണ്ടെങ്കിൽ ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ. ഇത് മലയാളം തന്നെയല്ല, ഏത് സബ്ജക്റ്റിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സ്റ്റഡി ടിപ്സ് വേറെ എക്സ്ട്രാ ഒക്കെ അറിയാമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് കമൻറ്റ് ഇട്ടോളൂ കേട്ടോ, യൂസ്ഫുൾ ആയിരിക്കും മറ്റുള്ളവർക്ക്.
അടുത്തത് IT കൂടി ഉള്ളൂന്നുണ്ട്, ഇനി വേറെ ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ IT എന്ന് പറയാൻ ഞാൻ തുടക്കത്തിലൊന്നും ചെയ്യില്ല. IT ലാബിൽ തന്നെ പോയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക. ഞാനിങ്ങനെ വല്ല മാനത്തൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുള്ളായിരുന്നു, അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വേറെ എന്തെങ്കിലും വല്ല ഗെയിം ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് ഞാനിരിക്കുള്ളായിരുന്നു. പക്ഷേ അവസാനത്തെപ്പോഴാണ് എനിക്കൊരു IT-ൻ്റെ ഒരു ബുക്ക് മിസ് സ്കൂളിൽ നിന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ചെയ്യണ രീതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനധികം ആ ബുക്ക് നോക്കിയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ കൂടുതൽ യൂട്യൂബ് ക്ലാസ് തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാനുവരി എന്തോ എക്സാം ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു കേട്ടോ കമൻറ്റിൽ ഇങ്ങനെ IT-ൻ്റെ. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിക്കാട്ടെ. ഞാൻ കുറച്ച് ചാനൽ സജസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്കൂ. ഓപ്പൺ ഔട്ട് എന്ന് പറഞ്ഞ ചാനൽ ഉണ്ട്, പിന്നെ നൈസ് വേൾഡ് ഗ്രൂപ്പ്, എക്സാമിനർ, ഈ 3 ചാനൽ നിങ്ങൾ കണ്ടു നോക്കൂ. ഈ 3 ചാനലാണ് ഞാൻ മെയിനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത്. IT എന്ന് വെച്ചാൽ ഇങ്ങനെ കുത്തിയിരുന്ന് കുറച്ച് വീഡിയോസ് ഉണ്ടാൽ തന്നെ നിങ്ങൾക്ക് അധികം മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ ഇങ്ങനെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ കപ്പ് ഉണ്ടാക്കൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ. അതെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടാൽ മാത്രം പോരാ, നിങ്ങൾ നിങ്ങളുടെ IT ലാബിൽ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കാരണം നിങ്ങൾ കാണാപ്പാടെ ഇങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ പോയിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ചെയ്യാൻ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് പ്രാക്ടീസ് നല്ലപോലെ ചെയ്യാം. മിസ്സോട് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മിസ്സ് എന്തായാലും സമ്മതിക്കാൻ ചാൻസ് ഉണ്ട്, സമ്മതിക്കും ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ രീതിയിൽ ഇങ്ങനെ പോയിട്ട് IT ലാബിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും തിയറി ഉണ്ടല്ലോ, തിയറി ഈ ചാനലിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ തിയറിയും കാര്യങ്ങളും അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ IT എന്ന് ഭയങ്കര സിമ്പിളാണ്, കൊണ്ടുപോയി A+ കളയരുത്. സിമ്പിളായിട്ട് നമുക്ക് A+ പഠിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റ് തന്നെയാണ്. പക്ഷേ നിങ്ങൾ പഠിക്കണം, തിയറിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ, തിയറി മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പിന്നെ പ്രാക്ടിക്കൽ ആയാലും മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ, സിമ്പിളാണ്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണെങ്കിൽ ചാനലിലെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇങ്ങനെ ഇതിൽ വേറെ സ്റ്റഡി ടിപ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാമെന്നാൽ വീഡിയോ ഭയങ്കര ലെങ്ത്തായി പോകും, നിങ്ങൾക്ക് തന്നെ മടുപ്പാവും. അതുകൊണ്ട് ഞാൻ വേറെ വീഡിയോ ആയിട്ട് എന്തെങ്കിലും ടിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആൻസറൊക്കെ ചെയ്തിട്ട് ഞാൻ വേറെ വീഡിയോസൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്രയും പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. പിന്നെന്താണെന്ന് അറിയില്ല ഗൈസ്, ഇപ്പോൾ എൻ്റെ ചാനൽ ഒരു സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ മാത്രം ഇടുന്നൊരു ചാനലാകുമോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. പക്ഷേ ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് മാത്രമേ ഞാൻ വീണ്ടും പറഞ്ഞ് ആഗ്രഹിക്കുന്നു. ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാതാണെങ്കിൽ യൂസ്ഫുൾ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അപ്ലോഡ് ചെയ്യാട്ടെ. കുറച്ച് പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പറയാറുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്, പിന്നെ കമൻറ്റിലും പറയാറുണ്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നൊക്കെ. അപ്പോൾ എന്തായാലും അത്രയൊക്കെ തന്നെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാനാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആ വീഡിയോ. ബൈ ഗൈസ്.